പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമന്റെ തിരിച്ചുവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ ഇനി മുന്നോട്ടു പോവുകയില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കുകയാണ് സാഗറിന്. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് സാഗർ മറ്റൊരു കാര്യം തിരിച്ചറിയുന്നത്. കൺമണിയുടെ സഹോദരൻ ജോലി ചെയ്യുന്നത് ബലരാമന് വേണ്ടിയാണ് എന്നുള്ള കാര്യം. ഇതോടെ ഇതേപ്പറ്റി ചോദിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സാഗർ. ഇതിന്റെ ഭാഗമായി സാഗർ കൺമണിയെ ചെന്ന് കാണുകയാണ്. കൺമണിയോട് മനോജ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് മനോജേട്ടന് പുതിയൊരു ജോലി ലഭിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് കൺമണി. ഏതാണ് ഓഫീസ് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന കൺമണി എന്താണ് ചോദിക്കാൻ കാരണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ മനോജ് ജോലി ചെയ്യുന്നത് ബലരാമന്റെ കമ്പനിയായ PR ഏജൻസിയിലാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെ ഏതോ ഒരു കമ്പനിയാണ് എന്നാണ് എനിക്കും തോന്നുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൺമണി. ഇത് കേട്ടതിനെ തുടർന്ന് ഓ, അപ്പോൾ എല്ലാം കരുതി കൂട്ടിയാണ് എന്നുള്ള കാര്യം സാഗർ പറയുന്നു. ഇത് കേൾക്കുന്ന കൺമണി എനിക്ക് മനസ്സിലായില്ല സാർ, എന്താണ് സാർ ഉദ്ദേശിച്ചത്? എന്ത് കരുതി കൂട്ടിയാണ് എന്നാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് PR ഏജൻസി ആരുടേതാണ് എന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്നുള്ള മറുപടി നൽകിയതിനെ തുടർന്ന് ബലരാമന്റെയാണ് എന്ന് വ്യക്തമാക്കുന്ന സാഗർ, ബലരാമൻ നമ്മുടെ കമ്പനിയുടെ പുതിയ ശത്രുവാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ടെൻഡറുകളെല്ലാം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നും നമ്മൾ അതെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഇതേപ്പറ്റി എനിക്ക് ഒരു ധാരണയും ഇല്ല സാർ. മനോജ് ചേട്ടൻ ഈ അടുത്താണ് അവിടെ ജോലി ചെയ്തത്. നല്ല പോസ്റ്റിംഗ് ആണ് മനോജ് ചേട്ടന് ലഭിച്ചിട്ടുള്ളത്. സാലറിയും നല്ലതായതിനെ തുടർന്നാണ് മനോജ് ചേട്ടൻ അവിടെ ജോലിക്ക് ചേർന്നത്. ഇത്രയും കാര്യം മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് സാരമില്ല കൺമണി, കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ ഒന്നുമല്ല. മനോജിനെ എനിക്കൊന്ന് കാണണം. മനോജ് അന്ന് ജോലിക്ക് പോകുമ്പോഴും അമ്പലത്തിൽ വെച്ച് ഞാൻ മനോജിനെ കണ്ടിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സാഗർ. ഇതേ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൺമണി മനോജിനെ ചെന്ന് കാണുകയാണ്. മനോജേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ മനോജ് ആവശ്യപ്പെടുകയാണ്. എന്തുപറ്റി കൺമണി, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൺമണി ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും മനോജേട്ടൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഏത് കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ PR ഏജൻസിയാണ് എന്ന് വ്യക്തമാക്കുന്ന മനോജ് എന്താണ് ഇപ്പോൾ ചോദിക്കാൻ കാരണമെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമന്റെ കമ്പനിയാണല്ലേ അത്? അതെ, ബലരാമൻ സാറാണല്ലോ എനിക്കവിടെ ജോലി നൽകിയത്. ഓ, ഇപ്പോൾ സാഗർ സാർ എന്നെ കാണാൻ വന്നിരുന്നു. PR ഗ്രൂപ്പ് ഞങ്ങളുടെ അലിഗഡ് ഡിസൈൻസിന്റെ എനിമീസ് ആണ് എന്നാണ് സാർ പറഞ്ഞത്. ഞങ്ങളെ ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം ദേവ്ജിയെ കാണുന്നതിനായി ഞാൻ ഒരിക്കൽ പോയിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ? ബിസിനസ്സിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സ്വാഭാവികമാണ്. അതിലിപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന
മനോജ് എന്തായാലും കൺമണിയുടെ ഡിസൈനുകൾ എനിക്ക് ആവശ്യമായി വരും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൺമണി ഞാൻ ഡിസൈൻ ചെയ്ത് തൻ്റെ ചേട്ടന് കൊടുക്കുകയാണ് എങ്കിൽ അത് പുതിയ പ്രശ്നമാകുമോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് കൺമണി. നമ്മൾ നമ്മളുടെ ജോലി ചെയ്താൽ മാത്രം മതി. പൈസയുള്ളവർ ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം, അതിനുള്ള സാലറി വാങ്ങാം. കൂടുതലൊന്നും എനിക്ക് ഇതിൽ പറയാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന മനോജ് എനിക്ക് അടുത്ത ഒരു ഡിസൈൻ ചെയ്തു തരണം എന്ന് കൺമണിയോട് പറയുകയും ചെയ്യുന്നു. ചേട്ടന്റെ ആവശ്യം കേട്ടതിനെ തുടർന്ന് നോ പറയാൻ കൺമണിക്ക് സാധിക്കുന്നുമില്ല. പക്ഷേ താൻ ഇവിടേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അലിഗ ഡിസൈൻസിന്റെ കാര്യം എന്താകും എന്നുള്ള ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ്. ഇപ്പോൾ 2-3 ഡിസൈൻ മാനസ മാഡത്തിന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ പുതിയൊരു ഡിസൈൻ ഇപ്പോൾ സാഗർ സാറിന് വേണ്ടിയല്ലാതെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അത് സാഗർ സാറിന് തിരിച്ചടി ആവുകയില്ലേ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ഇതോടെ എന്താണ് ഇനി ചെയ്യേണ്ടത്? തൻ്റെ ചേട്ടന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുക്കണമോ അതോ അലിഗ ഡിസൈൻസിന് വേണ്ടി ഡിസൈൻ ചെയ്യണമോ എന്ന ചോദ്യം ബാക്കി ആവുകയാണ്. ഇതേ സമയം കാര്യങ്ങൾ സാഗർ ദേവ്ജിയെ ചെന്ന് കണ്ട് അറിയിച്ചിരിക്കുകയാണ്. കൺമണിയുടെ സഹോദരൻ ബാലരാമന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവ്ജിയും ഒന്ന് ഞെട്ടിപ്പോകുന്നു. ഇതോടെ എനിക്ക് കൺമണിയെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് സാഗറിനോട് ദേവ്ജി അപ്രതീക്ഷിതമായി വീണ്ടും കൺമണിയെ കാണാൻ എത്തുകയാണ്. ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.